പിടിക്കുന്ന സമരനായകൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, തിരൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ പ്രൗഢമായ സമ്മേളനത്തിൽ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നു. സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ അസീം ചമ്പ്ര, വേദിയിലിരിക്കുന്ന തിരൂരിൻ്റെ പ്രിയപ്പെട്ട MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ്, പ്രിയപ്പെട്ട മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അൻവർ പാറയിൽ, പ്രിയപ്പെട്ട വെട്ടമാലിക്കോയ സാഹിബ്, മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി KK റിയാസ്, പ്രിയപ്പെട്ട ബ്രൈൻ സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, ടി ബാബു ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ യൂത്ത് ലീഗിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി പഞ്ചായത്ത് മുനിസിപ്പൽ സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി ഒരു സമയപരിധി നിശ്ചയിച്ചപ്പോൾ ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു മുനിസിപ്പൽ സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന തിരൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ പ്രകടനത്തിൻ്റെ ചില വിഷ്വൽസൊക്കെ കാണാനിടയായി. അസീം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം ആധികാരികമായി പറയാൻ സാധിക്കും. തിരൂരിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം, അത് മുസ്ലിം യൂത്ത് ലീഗാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും. ഞാൻ ദീർഘമായ ഒരു പ്രസംഗം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഏറെ പ്രിയങ്കരനായ KM ഷാജി സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചപ്പോൾ അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത് എന്ന ക്യാമ്പയിൻ ഒരു മുദ്രാവാക്യമായി തിരഞ്ഞെടുക്കാൻ കാരണമെന്ത് എന്ന ചോദ്യം ഇന്നത്തെ കാലത്ത് വർത്തമാനകാല ഇന്ത്യയുടെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിലും ഇന്ത്യയുടെ ഭരണകൂടത്തിൽ നിന്നാണെങ്കിലും അനീതിയുടെ വർത്തമാനങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ അനീതിയുടെ കാലത്ത് യുവത തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിം യൂത്ത് ലീഗ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന പാകിസ്ഥാൻ ഭീകരവാദികൾ നടത്തിയ അതിക്രമങ്ങൾ, 28 മനുഷ്യജീവനുകൾ കവർന്നെടുത്തതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. ഞങ്ങളാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ എന്ന അഭിമാനം കൊണ്ട് നടക്കുന്നവർ, അമിത ദേശീയവാദം ഉയർത്തുന്നവർ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലോ ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിലോ ഒരു തരത്തിലുമുള്ള പങ്കും നിർവഹിക്കാത്തവർ, കഴിഞ്ഞ കാലങ്ങളിൽ അവർ ഉയർത്തിയ അമിത ദേശീയവാദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ രാജ്യസ്നേഹികളെന്ന് സ്വയം മേനി നടിക്കുന്നവർ, രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന് മുമ്പിൽ അടിയറ വെക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് എന്ന ചോദ്യത്തിന് ഇന്ത്യയുടെ പാർലമെന്റിൽ പോലും ഉത്തരം നൽകാൻ
രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല. 28 പേരെ കൊന്നുകളഞ്ഞിട്ട് ആ കൊന്നുകളഞ്ഞതിനെതിരായി പാകിസ്ഥാനെതിരായി ആക്രമണം നടത്താൻ ഇന്ത്യ തുനിഞ്ഞപ്പോ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വീരവാദം മുടക്കിയപ്പോ ആ വാദത്തിനോടൊപ്പം നിന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും. അതിനകത്ത് രാഷ്ട്രീയ ഭേദമില്ല, അതിനകത്ത് ജാതിയുടെയോ മതത്തിന്റെയോ വ്യത്യാസമില്ല. ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും ഇന്ത്യയുടെ താല്പര്യത്തിന് കൂടെ നിന്നു. എന്നാൽ ഒരു ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നിട്ട് പറയുന്നു, ഞാൻ ഇന്ത്യയോട് പറഞ്ഞു വെടിനിർത്തണമെന്ന്. ഇന്ത്യ വെടിനിർത്തി. അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു തവണയല്ല പറഞ്ഞത്, 5 തവണയാണ്. ഒരിക്കൽ പോലും ട്രംപിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല. ഇതുപോലെ ഒരു അവസ്ഥ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മുമ്പെങ്ങാനും ഉണ്ടായിട്ടുണ്ടോ? ചേരിചേരാ നയം രൂപപ്പെടുത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ മറക്കാൻ കഴിയുമോ? ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധമുണ്ടാകുമ്പോൾ 1971 അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന് റിച്ചാർഡ് നിക്സൺ ഭീഷണി മുഴക്കിയപ്പോ, ഭീഷണിയൊക്കെ കൊള്ളാം, ഇന്ത്യയുടെ സമുദ്ര അതിർത്തി ലംഘിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ, അറബിക്കടലിലേക്ക് കടന്നു വന്നാൽ വന്നതുപോലെ അമേരിക്കയുടെ കപ്പൽപ്പട തിരിച്ചു പോകില്ല എന്ന് പറയാൻ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു. എന്നാൽ ഇന്തും ട്രംപ് പറയുമ്പോൾ വെടിനിർത്തുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുന്ന ഏറ്റവും ദയനീയമായ കാഴ്ച. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയത്. ആദ്യം 25% പറഞ്ഞു, പിന്നെ 50% പറഞ്ഞു. ഇന്ത്യയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിസന്ധികൾ ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ, ഇന്ത്യയിലെ വ്യാപാരികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സമുദ്ര ഉൽപ്പന്നങ്ങൾ ഈ തിരൂരിന് ബാധിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സമുദ്ര ഉൽപ്പന്നങ്ങൾ, അതിലേറിയ പങ്കും അമേരിക്കയിലേക്കാണ്. 50% തീരുവ ചുമത്തിയാൽ എങ്ങനെയാണ് കയറ്റുമതി നടക്കുക? സുഗന്ധ വ്യഞ്ജനങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ. അമേരിക്ക പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്നാണ്, ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. ഇന്ത്യ മാത്രമാണോ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്? ചൈന വാങ്ങുന്നില്ലേ? ചൈനക്ക് പോലും അമേരിക്ക ചുമത്തിയത് 30%. യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നില്ലേ? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏതെങ്കിലും നിലക്കുള്ള തീരുവ ചുമത്താൻ അമേരിക്ക കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ മൈ ഫ്രണ്ട് എന്ന് വീരവാദം മുടക്കുന്ന ഇന്ത്യക്ക് മേലാണ് നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യക്ക് മേലാണ്. ട്രംപിന്റെ തെരഞ്ഞെടുപ്പിൽ പോലും ട്രംപിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പോയ നരേന്ദ്രമോദിയുടെ രാജ്യത്തിനു മേലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ഏകാധിപത്യപരമായ തീരുമാനമെടുക്കുന്നത് എന്ന് കാണുമ്പോഴാണ് രാജ്യം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഉത്തരമില്ല. രാഹുൽ ഗാന്ധി പത്രക്കാരെ അഭിമുഖീകരിക്കുന്നത് പോലെ, രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത് പോലെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഈ 11 കൊല്ലത്തിനിടയിൽ ഒരിക്കലെങ്കിലും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രാജ്യങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു പത്രസമ്മേളനമായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയത്? വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിരത്തിയില്ലേ? ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അധികാരത്തിലേക്ക് വന്നത് വോട്ട് മോഷണം നടത്തിയിട്ടാണ് എന്ന് തെളിവുകൾ നിരത്തിയില്ലേ രാഹുൽ ഗാന്ധി? ആർക്കെങ്കിലും ഒരു ഉത്തരം പറയാൻ കഴിഞ്ഞോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം നടത്തി ബബ്ബബ്ബ ബബ്ബബ്ബ എന്ന് പറയുകയല്ലാതെ ചോദ്യത്തുത്തരങ്ങൾ പറയാൻ കഴിഞ്ഞോ? എത്ര വോട്ടുകളാണ് ഒരു മണ്ഡലത്തിൽ മാത്രം, ബാംഗ്ലൂർ സെൻട്രൽ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം 1,00,000-ൽ പരം വോട്ടുകളാണ് കള്ളവോട്ടായി ചേർത്തത്. രാഹുൽ ഗാന്ധി ഒരാളുടെ പേര് പറയുന്നുണ്ട്, ഒരു SP യാദവിനെ കുറിച്ച് പറയുന്നുണ്ട്.
SP യാദവ് UP-യിൽ വോട്ട്, SP യാദവിന് മഹാരാഷ്ട്രയിൽ വോട്ട്, SP യാദവിന് ബാംഗ്ലൂരിൽ വോട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഒരാൾക്ക് 3 സ്ഥലത്ത് വോട്ടുണ്ടാകാം. അയാൾ ജോലി മാറിപ്പോകുമ്പോ ആ തൊഴിലിടങ്ങളിൽ ജോലി ഉള്ള സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ട KM ഷാജി സാഹിബിനെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യമുണ്ട്, 3 വോട്ടുണ്ടാകാം. പക്ഷെ SP യാദവിന് UP-യിലെ അച്ഛന്റെ പേര് ഒരു പേര്, അയാൾക്ക് മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ അച്ഛന്റെ പേര് വേറെ പേര്, അദ്ദേഹം ബാംഗ്ലൂരിൽ വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വേറെ പേര്. കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി സ്വന്തം അച്ഛനെ വരെ മാറ്റുന്നവരാണ് BJP-ക്കാർ എന്നല്ലേ ഈ തെളിവുകൾ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മരിച്ച ആളുകളോടൊപ്പം ചായ കുടിക്കാൻ അവസരം തന്നത് ഈ രാജ്യം ഭരിക്കുന്ന BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? ബീഹാറിലെ മരിച്ചുപോയ 7 ആളുകളുടെ കൂടെയാണ് രാഹുൽ ഗാന്ധി ചായ കുടിച്ചത്. ഇടത് ഭാഗത്ത് 3 ആള്, വലതു ഭാഗത്ത് 4 ആൾക്കാർ. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി വോട്ടർ ലിസ്റ്റിൽ രേഖപ്പെടുത്തുക. ഒരു വീട്ടിൽ തന്നെ 917 വോട്ട് ഇന്ന് രാഹുൽ ഗാന്ധി തെളിവ് പുറത്തുവിട്ടു. ഒരു വീട്ടിൽ 917 വോട്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അത് സാങ്കല്പിക വീട് നമ്പറാണെന്നാണ്. അതെങ്ങനെ സാങ്കല്പിക വീട്ട് നമ്പറിൽ വോട്ട് ചേർക്കാൻ കഴിയുക? ഇങ്ങനെ 917ഉം 1000ഉം വോട്ടുകളടക്കം ഓരോ ഫ്ലാറ്റിലും ഓരോ വീട്ടിലും ചേർത്ത് വോട്ട് മോഷണം നടത്തിയിട്ടാണ് ഈ രാജ്യം ഭരിക്കുന്നത് BJP-യും നരേന്ദ്രമോദിയും കൂട്ടരും എന്നുള്ളതല്ലേ ഈ തെളിവുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് രാജ്യത്ത് മാത്രമല്ല, കേന്ദ്രത്തിൽ മാത്രമല്ല, എന്തിനേറെ പറയുന്നു കേരളത്തിൽ പോലും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതുപോലും ഈ വോട്ട് മോഷണം നടത്തിയിട്ടാണ്. മലപ്പുറം ജില്ലയിലെ ആളുകൾ വരെ തൃശ്ശൂരിൽ പോയി വോട്ട് ചേർത്തി. ഞങ്ങൾ ഇനിയും വോട്ട് ചേർത്തും എന്നാണ് BJP പറയുന്നത്. ഞങ്ങൾ 60,000 കള്ളവോട്ട് ചേർത്തി എന്ന് ഒരു ഒളിപ്പില്ലാതെ BJP-യുടെ നേതാക്കന്മാർ പറയുന്ന വാർത്തകൾ നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് സുരേഷ് ഗോപി പറയാ, ചില വാനരന്മാർ ചില ഉന്നയിക്കലുകൾ നടത്തുന്നുണ്ട്, അവർ ഉന്നയിക്കട്ടെ. ഈ തെളിവുകൾ സഹിതം ആരോപണം ഉന്നയിക്കുന്നവരെ വാനരന്മാർ എന്നല്ലേ സുരേഷ് ഗോപി ആക്ഷേപിച്ചത്? ആ സുരേഷ് ഗോപിയുടെ മാന്യമായി പറയട്ടെ, നിങ്ങൾ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം BJP-യും RSS-ഉം ഒക്കെ യഥാർത്ഥത്തിൽ ഹിന്ദുമത വിശ്വാസികളാണ് എന്ന് നമ്മൾ ആരും കരുതുന്നില്ല. ഒരു RSS-കാരന് യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ഈ കണ്ട കൊലപാതകങ്ങൾ, ബീഫിന്റെ പേരിൽ ആളെ കൊല്ലാൻ കഴിയോ? ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയോ? കന്യാസ്ത്രീകളെ ആക്രമിക്കാൻ കഴിയോ? സുരേഷ് ഗോപി ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ രാമായണം ഒന്ന് പഠിക്കണം. രാമായണത്തിൽ അയോധ്യയുടെ രാജാവായ രാമന്റെ പത്നി സീതയെ ലങ്കയുടെ അധിപനായ രാക്ഷസ രാജാവ് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. രാമൻ വന്നിട്ട് സമുദ്രദേവനോട് കേണപേക്ഷിക്കും, എങ്ങനെയെങ്കിലും സീതയെ തിരികെ കൊണ്ടുവരണം, സഹായിക്കണം. സമുദ്രദേവൻ പറയും, എന്റെ കയ്യിൽ ഒരു പടയുണ്ട്, വാനരപ്പട. ആ വാനരപ്പടയെ സഹായത്തിന് അയക്കാം. ഈ വാനരപ്പടയാണ് രാമനെ സഹായിക്കുന്നത് ലങ്കയിലേക്ക് പോകാൻ. കല്ല്, പാറക്കഷ്ണങ്ങൾ, മരക്കഷ്ണങ്ങൾ ഇതെല്ലാം ചേർത്ത് ലങ്കയിലേക്ക് കടലിലൂടെ പാലം പണിയുന്നു. ഹനുമാനും സുഗ്രീവനും നളനും നീലനും ചരിത്രം പഠിക്കണം സുരേഷ് ഗോപി. അങ്ങനെ ലങ്കയിൽ ചെന്ന് രാക്ഷസ രാജാവായ രാവണനെ കൊന്ന് സീതയെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത് വാനരപ്പടയാണെങ്കിൽ വോട്ട് മോഷണം നടത്തി ജനാധിപത്യത്തെ തട്ടിക്കൊണ്ടുപോയി ഭരണത്തെ കൈക്കലാക്കിയ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ ഈ രാജ്യത്തെ ജനത വാനരപ്പടയാകേണ്ടി വന്നാൽ ആ വാനരപ്പടയാകാനും ഒരു പ്രയാസവുമില്ല എന്ന് ഈ നാട് ഭരിക്കുന്നവർ ഓർക്കട്ടെ, സുരേഷ് ഗോപി മനസ്സിലാക്കട്ടെ.
രാഹുൽ ഗാന്ധി ഈ തെളിവൊക്കെ ഇങ്ങനെ പുറത്തു വിട്ടപ്പോ ഞാൻ ഉറപ്പിച്ചതാണ്, കേരളത്തിലെ ഒരു കൂട്ടർ ഇത് കണ്ടാൽ അവരിത് ഇവിടെ നടപ്പിലാക്കുന്നു. കണ്ണൂർ പ്രിയപ്പെട്ട കെ എം ഷാജി സാഹിബ് കണ്ണൂരിന്റെ MLA ആയിരുന്നു, അഴീക്കോട്. കണ്ണൂരൊക്കെ നമ്മൾ കേൾക്കാറുള്ളത് മരിച്ച ആൾക്കാർ വന്ന ഇലക്ഷൻ എന്ന് വോട്ട് ചെയ്യുന്നതാണ്. BJP ആണ് ജീവിച്ചിരിക്കുന്ന ആളുകളെ പരേതരാക്കുന്ന ഏർപ്പാട് തുടങ്ങിയത്. ആ വാർത്ത വന്നപ്പോ നാദാപുരത്ത് ഒരു കല്യാണിന്റെ കയ്യിൽ നോട്ടീസ് കൊണ്ടുപോയി കൊടുത്തു. BLO നോട്ടീസ് വായിച്ചു, നിങ്ങൾ മരിച്ചിരിക്കുന്നു, ഇതാണ് നോട്ടീസ്. കല്യാണി പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, എനിക്ക് ജീവനുണ്ട്. ഇല്ല, DYFI തന്ന പരാതിയാണ്, നിങ്ങൾ മരിച്ചിരിക്കുന്നു. കല്യാണി പറഞ്ഞു, എന്ത് വർത്താനാണ്, ഞാൻ ഇന്ന് രാവിലെയും കൂടി ഉറങ്ങി എണീറ്റതല്ലേ, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുക? BLO പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ DYFI പറഞ്ഞതാ. DYFI പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ എന്റെ പണി പോകും. നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന റിപ്പോർട്ട് കൊടുത്താൽ എന്റെ പണി പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ മരിച്ചു എന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പോവാ. അവസാനം കല്യാണി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, എന്നെ കൊല്ലാൻ, ജീവിച്ചിരിക്കുന്ന എന്നെ കൊല്ലാൻ DYFI ശ്രമിക്കുന്നുണ്ട്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് കല്യാണി വന്ന് പറയുന്ന കാഴ്ച നമ്മൾ നാദാപുരത്ത് കണ്ടു. രാഹുൽ ഗാന്ധി തെളിവുകളൊക്കെ പുറത്തുവിട്ടപ്പോ ആ തന്ത്രവുമായി അസീം ചെമറോട് പറഞ്ഞു, തിരൂരിൽ അടുത്ത തവണ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് നമ്മൾ ജയിക്കും. അങ്ങനെ ജയിക്കുമ്പോ ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാൻ വേണ്ടി വരുന്ന ഈ DYFIക്കാരുടെ ഏർപ്പാടിനെ കൂടി തടയാനുള്ള ജാഗ്രത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാതെ ഇവർക്ക് ഒരിക്കലും മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ അടുത്ത കേരളത്തിലെ നിയമസഭയിലോ ഒന്നും ജയിക്കാൻ കഴിയില്ല, ഒരു സംശയം വേണ്ട. ഇത്രയേറെ ജനങ്ങൾ അനുഭവിച്ച ഒരു ഭരണം കേരളത്തിലെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും അധികം നമ്മൾ തല ഉയർത്തിപ്പിടിച്ചത് രണ്ട് കാര്യമാണ്. ഒന്ന് ആരോഗ്യ വകുപ്പ്, മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ഇന്ത്യയുടെ മുമ്പിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ചു. കേരളം നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ കേട്ട വാർത്ത എന്താ? തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലെ ഒരു സ്ത്രീ തൈറോയിഡിന് സർജറിക്ക് പോയതാ. കഴിഞ്ഞ കുറെ മാസമായി സർജറി കഴിഞ്ഞിട്ട് അവരുടെ വേദന മാറുന്നില്ല. ഡോക്ടർ അടുത്ത് പോയി, ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, വേദന കുറച്ചുണ്ടാവും, നിങ്ങൾ സഹിക്കണം. ഗത്യന്തരമില്ലാതെ അവർ പോയി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ ഒരു വയറ്റിനകത്ത്. ഡോക്ടർ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അതിന് പൈസ ഒന്നും വേണ്ട, അത് നിങ്ങൾ എടുത്തോളി. അത് പറഞ്ഞാൽ ശരിയാവും, ഞാനല്ല വേദന അനുഭവിക്കുന്നത്, ഈ വേദനക്കാർ ഉത്തരവാദിയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്നാ അത് ഇവിടുന്ന് വെച്ച് മറന്നല്ല, വേറെ എവിടെന്നെങ്കിലും വെച്ച് മറന്നതായിരിക്കും. ആ ഡോക്ടറെ വോയിസ് പുറത്തു വന്നില്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അർച്ചനെ ഓർക്കുന്നില്ലേ നിങ്ങൾ? 6 കൊല്ലം മുമ്പ് ഒരു സർജറി കഴിഞ്ഞിട്ട് സിസേറിയൻ ഡെലിവറി കഴിഞ്ഞ സിസേറിയൻ ആയിരുന്നു. 6 കൊല്ലം അവരുടെ വേദന മാറുന്നില്ല. ഓരോ 6 മാസം കഴിയുമ്പോഴും ഡോക്ടർ എടുത്തു പോകും. വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ ഡോക്ടർ പറയും, സിസേറിയൻ കഴിഞ്ഞാൽ വേദന ഉണ്ടാവും, നിങ്ങൾ സഹിക്കണം. അവരുടെ വയറ്റിൽ 12 സെന്റിമീറ്റർ നീളമുള്ള 6 സെന്റിമീറ്റർ വീതിയുള്ള ഒരു കത്രിക വെച്ചു മറന്നതാ. നിങ്ങൾ ആരുടെയെങ്കിലും ശരീരത്തിൽ ഒരു മുള്ളു നട്ടാൽ ആ മുള്ളു ശരീരം പുറത്തേക്ക് തള്ളും. അങ്ങനെ തള്ളാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വേദന, അവിടെ ഉണ്ടാകുന്ന പഴുപ്പ് നമുക്ക് ഓർക്കാൻ കഴിയോ? ഒരു ചെറിയ മുള്ള് 12 സെന്റിമീറ്റർ നീളം എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലിന്റെ വലിപ്പ. അവസാനം എങ്ങനെ കണ്ടുപിടിച്ചെന്നറിയോ? കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഇവർ സ്കൂട്ടറിൽ പോവാ. PA മുഹമ്മദ് റിയാസിനോട് അവർക്ക് നന്ദിയുണ്ട്. കാരണം എന്താ, സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു കുഴി ചാടിയപ്പോൾ അവർ മറിഞ്ഞു വീണപ്പോൾ ബ്ലീഡിങ് വന്നിട്ട് ഭാഗ്യത്തിന് ഇക്ര ഹോസ്പിറ്റലിന്റെ മുമ്പിലായതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയില്ല, ഇക്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 12 സെന്റിമീറ്റർ നീളമുള്ള 6 സെന്റിമീറ്റർ വീതിയുള്ള ഒരു കത്രിക വെച്ചു മറന്നിരിക്കുകയാണ്. 6 കൊല്ലം ആ സ്ത്രീ അനുഭവിച്ച വേദന. അവർ സമരം ചെയ്തു. ആരോഗ്യമന്ത്രി വന്നിട്ട് പറഞ്ഞു, 2 ലക്ഷം തരാം നഷ്ടപരിഹാരം. അവർ ചോദിച്ചു, 2 ലക്ഷം അല്ല, ഞാൻ 20 ലക്ഷം നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു കത്രിക 20 6 കൊല്ലം എങ്ങനെ കൊണ്ടു നടക്കോ? 12 സെന്റിമീറ്റർ നിങ്ങളുള്ള ഈ വേദനക്ക് ആര് ഉത്തരവാദിത്തം പറയും? 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ ഈ നാട്ടു ഭരിക്കുന്ന സർക്കാർ ഡോക്ടർമാരെ സംരക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ ഒരു സ്ത്രീ തൂക്കം കുറയ്ക്കാൻ വേണ്ടി സർജറിക്ക് പോയതാ. സർജറി കഴിഞ്ഞ് വന്നപ്പോ 9 വിരല് കാണാനില്ല. കാലിന്റെ 5 വിരല്, കൈയുടെ 4 വിരല്. തൂക്കം കുറഞ്ഞു. കാരണം 9 വിരല് കുറഞ്ഞാൽ തൂക്കം കുറയല്ലോ. ഞാൻ ഇത് തമാശക്ക് പറയുന്നതല്ല, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം. നമ്മുടെ ആരോഗ്യ മേഖലയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു തരിപ്പണമായത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, ടെലിവിഷൻ ചാനലിൽ കണ്ടു.
ഇവിടെ ഒരു കപ്പലുണ്ട് സാർ, അതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയോട് ഞങ്ങൾ പറയട്ടെ, ഈ കപ്പൽ മുങ്ങുകയാണ്, ആ കപ്പലിന് ഒരു കപ്പിത്താൻ ഇല്ല. ഇതൊന്നും നോക്കാനും പറയാൻ ആരുമില്ല. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 400-ലധികം കരാർ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാത്ത, ആ കരാർ തൊഴിലാളികൾ ഞങ്ങൾക്ക് ശമ്പളമില്ല എന്ന് പരാതി പറയുമ്പോൾ ആ പരാതി പറയുന്ന ജീവനക്കാർക്ക് നേരെ കേസെടുക്കുന്ന ഒരു സർക്കാരല്ലേ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി വിദ്യാഭ്യാസ മേഖല നിങ്ങളെടുത്ത് പരിശോധിക്കുക. ഒരു കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് നമ്മൾ അഭിമാനത്തോടെ ആയിരുന്നില്ലേ കണ്ടിരുന്നത്? ഇന്ന് സ്കൂളുകൾ ഓരോന്നായി പൂട്ടിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ മാത്രം 3 സ്കൂളാണ് പൂട്ടിയത്. നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ എത്ര സർവകലാശാലകൾ, എത്ര സ്കൂളുകൾ, എത്ര കോളേജുകൾ? കോളേജുകളില്ലാത്ത മണ്ഡലങ്ങളിൽ മുഴുവൻ കോളേജുകൾ കൊടുത്തത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴായിരുന്നില്ലേ? അങ്ങനെ ആയിരുന്നില്ലേ കോടിയേരി ബാലകൃഷ്ണന്റെ തലശ്ശേരിയിൽ ഒരു കോളേജ് തുടങ്ങിയത്? അങ്ങനെ ആയിരുന്നില്ലേ VS അച്യുതാനന്ദന്റെ മലമ്പുഴയിൽ ഒരു കോളേജ് തുടങ്ങിയത്? കേരളത്തിലെ കോളേജുകളില്ലാത്ത മുഴുവൻ മണ്ഡലങ്ങളിലേക്കും കോളേജുകൾ UDF കൊടുത്തപ്പോ കഴിഞ്ഞ 9 കൊല്ലമായി ഒരു കോളേജ് പോട്ടെ, ഒരു കോഴ്സ് കൊടുത്തു, പുതിയ ഒരു കോഴ്സ്, സെൽഫ് ഫിനാൻസ് കോഴ്സ് അല്ലാതെ സർക്കാർ മേഖലയിൽ ഒരു കോഴ്സ് പോലും പുതുതായി തുടങ്ങാൻ കഴിയാത്ത ഒരു സർക്കാരല്ല ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളാണെങ്കിൽ ഇങ്ങനെ തകർന്നു വീഴുന്നു, കുട്ടികൾ ഷോക്കേറ്റ് മരിക്കുന്നു, പാമ്പ് കടിച്ചു മരിക്കുന്നു. പാലങ്ങളുടെ അവസ്ഥ എന്താ? മാസത്തിൽ ഓരോ പാലം എന്ന രീതിയിലല്ലേ ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുന്നത്? ഒരു പാലത്തിന്റെ ബലക്ഷയത്തിന്റെ പേരിൽ ഇബ്രാഹിം സാഹിബിനെ എന്തെല്ലാം വേട്ടയാടി, വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിച്ചില്ലേ? അദ്ദേഹത്തെ ജയിലടക്കാൻ നോക്കിയില്ലേ? കോടതിയുടെ ഉത്തരവില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ജയിലാക്കാൻ കഴിയുമായിരുന്നില്ലേ ഈ നാട് ഭരിക്കുന്ന സർക്കാരിന്? പാലാരിവട്ടം പാലം തകർന്നു പോയിരുന്നോ? പാലാരിവട്ടം പാലത്തിന് ബലക്ഷയമുണ്ടായി എന്ന റിപ്പോർട്ടിന്റെ പേരിലാണ് ഇതെല്ലാം ചെയ്തത്. എന്നാൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ തകർന്നത് 3 പാലം. കൂളിമാട് പാലം തകർന്നപ്പോ
പൊതുമരാമത്ത് മന്ത്രി റിയാസ് പറഞ്ഞത് അത് ജാക്കിയുടെ കുഴപ്പമെന്നാണ്. ആലപ്പുഴയിൽ പാലം തകർന്ന് 2 പേർ മരിച്ചപ്പോ അത് കരാറ് കമ്പനിയുടെ കുഴപ്പമെന്ന് പറഞ്ഞു. കൊയിലാണ്ടിയിൽ പാലം തകർന്നപ്പോ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാലം തകർന്നതിന്റെ പേരിൽ ഏതെങ്കിലും മന്ത്രിയെ ജയിലടക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ PA മുഹമ്മദ് റിയാസിന് പുറത്തിറങ്ങാൻ നേരമില്ലാത്ത രീതിയിലാണ് ഈ നാട്ടിൽ പാലം തകർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേസെടുക്കണം എന്നൊന്നും പറയുന്നില്ല, നിങ്ങളത് ചെയ്യില്ല എന്നറിയാം. പക്ഷെ എറണാകുളത്തെ വീട്ടിൽ വിശ്രമിക്കുന്ന ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ പ്രിയപ്പെട്ട റിയാസെ നീ തയ്യാറാകണം, നിന്റെ മന്ത്രിസഭ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പാലങ്ങൾ തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന, റോഡുകൾ തകർന്നു കിടക്കുന്ന, സർവ്വ മേഖലയും തകർന്നു തരിപ്പണമായ ഒരു സർക്കാരല്ലേ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന് ആരെങ്കിലും അനുകൂലമായി വോട്ട് ചെയ്യോ? എന്നിട്ട് ലീഗിനെതിരെ ആക്ഷേപം ഉന്നയിക്കുക, ലീഗിനെതിരെ ആരോപണം ഉന്നയിക്കുക. വയനാട്ടിൽ ലീഗ് വീടുണ്ടാക്കാൻ കഴിയില്ല. എന്തായിരുന്നു ആക്ഷേപം? ലീഗ് വാങ്ങിയ ഭൂമി തോട്ടഭൂമിയാണ്, അവിടെ വീട് പണി നടക്കാൻ പോകുന്നില്ല. ഞങ്ങളെ എതിർത്തവരോടും ഞങ്ങളെ വിമർശിച്ചവരോടും ഒക്കെ ഞങ്ങൾ പറയട്ടെ, 1-ാം തീയതി മുസ്ലിം ലീഗ് വാങ്ങിയ സ്ഥലത്ത് 105 വീടുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ കണ്ണു തുറന്ന് കണ്ടോ? ഇതിന്റെ കൊട്ടേഷൻ മുഴുവൻ എടുത്ത ആരാന്നറിയോ? ലീഗ് പുറത്താക്കിയ, മുസ്ലിം ലീഗ് പുറത്താക്കിയ KT ജലീൽ. ആദ്യം പറഞ്ഞത് ഡൽഹിയിൽ ലീഗ് ഉണ്ടാക്കുന്ന ആസ്ഥാന മന്ദിരം അതൊരു തട്ടുപൊളിപ്പൻ കേന്ദ്രമാണ്, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടമാണ്, അതുകൊണ്ട് സ്വന്തം സ്ഥലം വാങ്ങി അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ് ലീഗ് ചെയ്യേണ്ടത്. ലീഗിന് ഉപദേശം നൽകുക എന്നിട്ട് പറയാതെ റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ്. ആരൊക്കെ ആ കെട്ടിടം വാങ്ങിയത്? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഷീർ സാഹിബും വഹാബ് സാഹിബും അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ തലമുതിർന്ന നേതാക്കന്മാർ. അവരെയാണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റാക്കി ഇയാൾ ചിത്രീകരിച്ചത്. കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനം നമ്മളൊക്കെ കണ്ടു. ഓരോ ലീഗ് പ്രവർത്തകനും അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരമാണ് ഡൽഹിയിൽ ഉദ്ഘാടനം കഴിഞ്ഞത്. വയനാട്ടിൽ സ്ഥലം വാങ്ങിയപ്പോ ഉടനെ ഇദ്ദേഹം വന്നിട്ട് അത് വഹാബ് സാഹിബിനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു, അത് PK ബഷീറിനെയും PK ഫിറോസിനെയൊക്കെയാണ് ഏൽപ്പിക്കേണ്ടത്. വഹാബ് സാഹിബ് വാങ്ങിയ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം, അതിന് പരാതി. PK ബഷീർ സാഹിബ് കൺവീനറായ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വാങ്ങിയ വയനാട്ടിലെ ഭൂമി, അതിന് പരാതി. അത് തോട്ടഭൂമിയാണ്, കച്ചവട താല്പര്യമാണ്, അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ സമയം വൈകിപ്പിച്ചു, ഞങ്ങൾക്കറിയാം. ആ പാവങ്ങൾക്ക് ലീഗ് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ആ വീട് നിർമ്മാണം അടക്കം മുടക്കാൻ വേണ്ടി തീരുമാനിച്ചവരാണ് ജലീലും കൂട്ടരും. അവിടെ ദുരന്തം ഉണ്ടായിട്ട് ഒരു കൊല്ലത്തിനിടയിൽ ഒരു ദിവസം പോലും വയനാട്ടിലേക്ക് അദ്ദേഹം കയറിയിട്ടില്ല. എന്നിട്ട് അവസാനം ഈ ലീഗിന്റെ ഈ പണി മുടക്കാൻ, ഈ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത് മുടക്കാൻ വേണ്ടി അദ്ദേഹം വയനാട്ടിലേക്ക് കയറി പത്രസമ്മേളനം നടത്തി. ഒരു മാധ്യമ സ്ഥാപനം കൊടുത്തില്ല വാർത്ത. കൈരളി അടക്കം ലൈവായിട്ട് 1 മിനിറ്റ് കൊടുത്ത് കട്ടാക്കി കളഞ്ഞു. കൈരളിക്ക് പോലും വേണ്ടാത്ത ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയെങ്കിൽ അദ്ദേഹം ആലോചിക്കട്ടെ. എന്നിട്ട് ഇപ്പൊ എന്റെ വീട് അളക്കാൻ നടക്കുക. ഷാജി സാഹിബിന്റെ വീട് കുറെ അളന്നു, ഇപ്പൊ എന്റെ വീടും സ്ഥലവും. 2009 എങ്ങനെ ഫിറോസ് വീട് വാങ്ങിച്ചു, സ്ഥലം വാങ്ങിച്ചു? ഞാൻ കോഴിക്കോട് ലോ കോളേജിൽ പഠിക്കുക. അന്ന് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 10 സെന്റ് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടതും വലതുമാകത്തുള്ള ആളുകളില്ലേ രാഷ്ട്രീയം തൊഴിലാക്കിയവർ, ആ രാഷ്ട്രീയം തൊഴിലാക്കിയവരെ പോലെ അല്ല ഞങ്ങൾ, രാഷ്ട്രീയം തൊഴിലാക്കിയവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്നിട്ട് വിജിലൻസിന് ഒരു പരാതി, ഫിറോസിന് കൂലിയും വേലയില്ല. എന്താണ് കൂലിയും വേലയും? ഒരു ഭാഗത്ത് പറയാ ഫിറോസിന് കൂലിയും വേലയില്ല, വേറൊരു ഭാഗത്ത് പറയാ ഫിറോസിന് ടൂറിസം ട്രാവൽസ് ഉണ്ട്, വില്ലാ പ്രൊജക്ട് ഉണ്ട്. ഒരു ഭാഗത്ത് ഇല്ല എന്ന് പറയാ, വേറൊരു ഭാഗത്ത് ഉണ്ട് എന്ന് പറയാ. എന്നിട്ട് അതിലാരും ചേരരുതെന്ന് പറയാ. ഏഷ്യാനെറ്റിൽ ഞാൻ PK ബഷീർ വിളിച്ച വാക്ക്, നിയമസഭയിൽ വിളിച്ച വാക്കൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏഷ്യാനെറ്റിലെ വിനു വിളിച്ച വാക്കുണ്ടല്ലോ, അൽപ്പൻ. ആ അൽപ്പൻ എന്ന പദം കേരളത്തിൽ ആർക്കെങ്കിലും യോജിക്കാൻ കഴിയുന്നത് ഏതെങ്കിലും വ്യക്തിക്കുണ്ടെങ്കിൽ അത് അദ്ദേഹമാണെന്ന് വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിജിലൻസിൽ പരാതി കൊടുത്തു, നിങ്ങൾ അതിനു മുമ്പ് എവിടെല്ലാം പരാതി കൊടുത്തു? യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി പിരിച്ച കത്തുവ ഫണ്ട്, പാവപ്പെട്ട കത്തുവയിലെ ഇരയെ സഹായിക്കാൻ, അവരുടെ കുടുംബത്തെ സഹായിക്കാൻ, ഉന്നാവോയിലെ കുടുംബത്തെ സഹായിക്കാൻ, രോഹിത് വെമുലയുടെ കുടുംബത്തെ സഹായിക്കാൻ യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി അവരുടെ അക്കൗണ്ടിലേക്ക് പിരിച്ച പണം, അതിന്റെ പേരിൽ എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തില്ലേ? അവസാനം പിണറായിയുടെ പോലീസ് അന്വേഷിച്ച് എന്തായി?
പിണറായിയുടെ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ്, ഇത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ട കേസാണെന്ന് പിണറായിയുടെ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ കോടതിയിൽ പോയി, മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തു. ആ പ്രൈവറ്റ് കംപ്ലൈന്റ് ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞു. ED നിങ്ങൾ പരാതി കൊടുത്തു, ഇപ്പൊ വിജിലൻസിൽ പരാതി കൊടുത്തു. നിങ്ങൾ എവിടെ വേണമെങ്കിലും പരാതി കൊടുത്തോ, പക്ഷേ നിനക്ക് കൂട്ടിയാൽ കൂടില്ല. കാരണം ഇത് പാർട്ടി മുസ്ലിം ലീഗാണ്, ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. AT ജലീലിനെ പോലെ, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെ പോലെ സർവീസ് കൊടുക്കാതെ, സേവനം കൊടുക്കാതെ ലക്ഷക്കണക്കിന് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഏർപ്പാടുള്ളവരല്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകരുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ നന്ന്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നു, ദാ കിട്ടിപ്പോയി എന്ന രീതിയിൽ വ്യാപകമായ അക്രമങ്ങൾ, സമരങ്ങൾ. അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ധാർമ്മികമായി അദ്ദേഹം രാജിവെച്ചു. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി. കോൺഗ്രസ് എന്ന് അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരട്ടെ. പക്ഷെ കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടി ചെയ്തു. CPM എന്താ ചെയ്തത്? ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ഇതുപോലെ ഒരു മാതൃകാപരമായ ഒരു നടപടി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ഷാഫിക്കെതിരെ സമരം. മേപ്പയ്യൂര് ഷാഫിയെ തടയുക, റോഡിലിറങ്ങാൻ സമ്മതിക്കില്ല, തെറി വിളിക്കുക. വീട്ടിൽ CPM-കാർ പരസ്പരം വിളിക്കുന്ന തെറി പ്രയോഗങ്ങൾ ഷാഫിയെ വിളിക്കുക. ഷാഫി കാർന്നിറങ്ങി ഒരു നിപ്പം നിന്നു. അതിൽ കുട്ടികൾക്ക് ഒരുപാട് പാടുണ്ട്. എന്താ കാര്യം എന്നറിയോ? നമ്മൾ റോട്ടിലിറങ്ങുമ്പോൾ ഈ പിണറായിയുടെ കാലത്ത് റോട്ടിൽ മുഴുവൻ തെരുവ് പട്ടികളാണ്. കുട്ടികളെ തെരുവ് പട്ടികൾ നമ്മളെ ചിലപ്പോ ഓടിക്കും, നമ്മളെ നേരെ ആക്രമിക്കാൻ വരും, കടിക്കാൻ വരും. അപ്പൊ തിരിഞ്ഞോടരുത്. ഷാഫി നിന്ന പോലെ ഒരു നിപ്പ് നിന്നാൽ ഏത് തെരുവ് പട്ടിയും വാലും ചുരുട്ടി ഓടും എന്നല്ലേ നമ്മൾ മേപ്പയ്യൂരിൽ കണ്ടത്? ഈ കോപ്രായങ്ങളെല്ലാം UDF മറികടക്കും, ഒരു സംശയം വേണ്ട. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 2026 ഐക്യജനാധിപത്യ മുന്നണി ഈ സർക്കാരിനെ താഴെ ഇറക്കി ഐക്യജനാധിപത്യ മുന്നണിയെ അധികാര കസരയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് പ്രിയങ്കരനായ ഷാജി സാഹിബിന് വേണ്ടി ഉദ്ഘാടനത്തിനായി വഴിമാറുന്നു. അസ്സലാമു അലൈക്കും.